നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാ കുറ്റവും ഞാൻ ഏറ്റോളാം. ഗോപാൽജി, അതിന്റെ ഒന്നും ആവശ്യം വരില്ല. പീതാംബരന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പീതാംബരൻ എങ്ങാനും സത്യം തുറന്നു പറയുമെന്ന് എനിക്ക് തോന്നിയ അവന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും. അതിന്റെ ആവശ്യം വരും. ആ മഞ്ജു മാധവന്റെ കേസ് കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. മരിച്ചത് അവിടെ അച്ഛനായതുകൊണ്ട് ഇനി എത്ര തിരിച്ചടികളുണ്ടായാലും അവള് സത്യം കണ്ടുപിടിച്ചേ അടങ്ങൂ. അവിടെ അന്വേഷണം എവിടം വരെ എത്തിയെന്നറിയാൻ ഫ്രാൻസിസിനെ ഞാൻ അവളുടെ പുറകെ വിട്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ ഒരു കണ്ണ് അവിടെ പുറകെ തന്നെ എപ്പോഴും ഉണ്ടാവണം. ശരി ഗോപാൽജി. ഗിരി, ഗിരി ഇപ്പൊ വന്നു. ശരി, ഞാൻ ഇറങ്ങട്ടെ ഗോപാൽജി. ചെല്ല്. കണ്ടോ അച്ഛാ, അവൻ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്റെ മുമ്പിൽ വെച്ചായതുകൊണ്ടായിരിക്കും. അച്ഛൻ ഇതുവരെ അവനോടൊന്നും പറഞ്ഞില്ലേ? പിന്നെ ഞങ്ങളിപ്പോ സംസാരിച്ചോണ്ടിരുന്ന മോളെ കുറിച്ചായിരുന്നു. എന്നിട്ട് ഗിരി എന്ത് പറഞ്ഞു? ഗിരിക്ക് ഇപ്പോഴും നീ എന്റെ മകളായതുകൊണ്ട് അടുക്കാൻ ഇത്തിരി വിഷമമുണ്ട്. എനിക്കതുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ അവനെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. മോൾ അച്ഛന് കുറച്ച് സമയം കൊടുത്ത അവന്റെ മനസ്സ് മാറ്റി നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിത്തരും. സന്തോഷമായില്ലേ? ചെല്ലേ. മഹിമയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പിടികൊടുത്തില്ല. അതെന്തായാലും നന്നായി. ഈ വിഷയത്തിൽ മഹിമയെ ഇടപെടാതെ നിർത്തുന്നത് തന്നെയാ നല്ലത്. മാധവൻ സാറിന്റെ മരണത്തിന് പിന്നില് ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. ഇതിൽ എന്തുമാത്രം റിസ്ക് ഉണ്ടെന്ന് വ്യക്തമായി മനസ്സിലാകുന്നതിന് മുൻപ് കുടുംബക്കാരെ അറിയിക്കാതിരിക്കുന്നതാ ബുദ്ധി. ആ പീതാംബരനെ പറ്റി ഒരു വിവരവും ഇല്ല. അയാൾ ഇനി എപ്പോ തിരിച്ചു വരുമോ ആവോ. കാത്തിരിക്കാനല്ലേ പറ്റൂ. സാറേ, സാറേ സഹായിക്കണം സാറേ. സാറേ എങ്ങനെയെങ്കിലും സഹായിക്കണം സാറേ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാ സാറേ. മാഡം ഒന്ന് സമാധാനിക്ക്, നമുക്ക് വഴിയുണ്ടാക്കാം. എന്താ സാർ പ്രശ്നം? മഞ്ജു, ഇത് അനിലും ലക്ഷ്മി. അനിൽ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിലെ ജോലിയാണ്. ഇത് അനിത, ഇവരുടെ മകളാ. കോളേജിൽ നിന്ന് വരുന്ന വഴിക്ക് ഈ കുട്ടിയുടെ മാല ആരോ മോഷ്ടിച്ചു. അവള് +2 പാസ്സായപ്പോ എന്റെ അണ്ണ വാങ്ങിച്ചു കൊടുത്ത മാലയാ സാറേ. നമുക്ക് വഴിയുണ്ടാക്കാം, നിങ്ങളിങ്ങനെ കരയല്ലേ. മഞ്ജു, അനിത ഭാസ്കറിന്റെ അടുത്തും പോയിട്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കും. സർ വരൂ. നിങ്ങൾ വാ. ഭാസ്കരേട്ടാ, മാലമോഷണ കേസാ. അരവിന്ദാക്ഷൻ സാറ് ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞു. ചെല്ല. മോളുടെ പേരും അഡ്രസ്സും അച്ഛന്റെ പേരും ഒന്ന് പറയാമോ? എന്റെ പേര് അനിത, അച്ഛന്റെ പേര് അനിൽ രാമകൃഷ്ണൻ. അഡ്രസ് ഇതിലുണ്ട്. എത്ര പവന്റെ മാലയായിരുന്നു? 3 പവൻ കാണും. എവിടെ വെച്ചാ മോളെ മാല മോഷണം പോയത്? എന്റെ കോളേജിന്റെ മുന്നിൽ നിന്ന് കുറച്ച് മാറിയിട്ടാ. ഏത് കോളേജാ? KVS കോളേജ്. ഞാൻ കോളേജിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിക്കാ മോഷണം നടന്നത്. കള്ളന്മാരെ മോള് കണ്ടോ? അവര് രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. വൈസർ കറുപ്പ് നിറത്തിലായതുകൊണ്ട് മുഖം കാണാൻ പറ്റിയില്ല. ഓ, ഹെൽമെറ്റ് കൊണ്ട് കള്ളന്മാർക്ക് ഇങ്ങനെ ചില ഉപയോഗങ്ങളുണ്ട്. മാല മോഷ്ടിക്കുമ്പോൾ അവർ മോളോട് എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല, അവര് രണ്ടുപേരും ബൈക്കിലാ വന്നത്. പുറകിലിരിക്കുന്ന ആള് എന്റെ മാല പൊട്ടിച്ചു. എന്നിട്ടവര് ബൈക്ക് നിർത്താതെ പോയി. വണ്ടിയുടെ നമ്പർ എന്താണെന്ന് ശ്രദ്ധിച്ചോ? നമ്പർ പ്ലേറ്റിന്റെ മീതെ കരി തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പഠിച്ച കള്ളന്മാര മഞ്ജു. ഏത് ബൈക്കാണെന്ന് ഓർമ്മയുണ്ടോ?
എനിക്ക് ബൈക്കുകളെ പറ്റി അങ്ങനെ വലിയ ധാരണയില്ല സർ. സാരമല്ല മോളെ. ഈ സംഭവം നടക്കുമ്പോ അവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. അടുത്ത കടകളോ ATMോ അങ്ങനെയുള്ളതുണ്ടായിരുന്നോ? ഇല്ല സർ. നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം മോളെ. മോള് അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കാം. ഓക്കെ? ശരി സർ. ആ മാല പോയി മഞ്ജു. ഇനി നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. ഒരു തുമ്പുമില്ല, സാക്ഷിയുമില്ല. അമ്മാരെ എന്തായാലും സമ്മതിക്കണം. കൃത്യം സ്ഥലം നോക്കിയിട്ടാ മോഷണം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ഒറ്റ CCTV പോലും ഇല്ല. പോകുന്നതിന് മുമ്പേ ആ കുട്ടിയോട് മാലയുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നിട്ട് പോകാൻ പറയണേ. ജ്വല്ലറികളിലും ഫിനാൻസുകാരുടെ അടുത്തൊന്ന് കാണിച്ചു നോക്കാം. എങ്ങാനും മോഷ്ടിച്ചവൻ മാല അവിടെ പണയം വെച്ചിട്ടുണ്ടെങ്കിലോ. ശരി ഭാസ്കരേട്ടാ. നിനക്കേ ആ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ട് എന്തെങ്കിലും സംശയം തോന്നിയോ? അതിനാ സ്ത്രീ എന്തെങ്കിലും സംസാരിച്ചിട്ട് വേണ്ടേ? 2 വാക്ക് പറഞ്ഞാൽ പിന്നെ കരയാൻ തുടങ്ങും. അല്ലെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 3 പവന്റെ മാല എന്ന് പറഞ്ഞാ അത്ര ചെറിയ കാര്യമൊന്നും അല്ല. അവളുടെ അച്ഛനും നല്ല വിഷമമുണ്ട്. കരഞ്ഞു വില കളയേണ്ടെന്ന് കരുതി പിടിച്ചു നിൽക്കുന്നേ ഉള്ളൂ. അവരുടെ മാല മോഷണം പോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്തൊക്കെ ഈ പറയുന്നേ? മാല പോയില്ലെങ്കിൽ പിന്നെ സ്റ്റേഷനിൽ വന്നിങ്ങനെ കരയാൻ അവർക്ക് എന്താ വട്ടുണ്ടോ? മാല പോയി എന്നുള്ളത് സത്യമാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് തെളിച്ചു പറ. മാല ആരും മോഷ്ടിച്ചിട്ടില്ല. അനിത അതിനെക്കുറിച്ച് പറഞ്ഞതെല്ലാം നുണയാണ്. അതെങ്ങനെയാ നിനക്ക് ഇത്ര ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന? കഴുത്തി കിടന്ന മാല 2 പേര് ബൈക്കിൽ വന്ന് പൊട്ടിച്ചു കഴിഞ്ഞ് നേരെ സ്റ്റേഷനിൽ പരാതി പറയാൻ വന്നൊരു പെൺകുട്ടിയാണ് അനിത. ഇത്രയും വലിയൊരു വിഷയം നടന്നെങ്കിലും അതിന്റെ പതർച്ച ആ കുട്ടിയുടെ മുഖത്ത് നിനക്ക് കാണാൻ പറ്റിയോ? അവള് നല്ല ധൈര്യമുള്ള കുട്ടിയാണെങ്കിലോ? ശരി, ബൈക്കിൽ സ്പീഡിൽ വരുന്ന ഒരാള് കഴുത്തി കിടക്കുന്ന 3 പവന്റെ മാല പൊട്ടിച്ച് മുന്നോട്ട് നിർത്താതെ പോയിരുന്നെങ്കിൽ അനിതയുടെ കഴുത്തിൽ അതിന്റെ പാടുണ്ടായിരുന്നേനെ. പക്ഷേ അങ്ങനെ ഒരു പാടും ആ കുട്ടിയുടെ കഴുത്തിലില്ല. അതെന്തുകൊണ്ടാ? ഓ, അപ്പൊ അവളുടെ കയ്യിൽ നിന്നും മാല നഷ്ടപ്പെട്ടു പോയി കാണും. സാധാരണ കുടുംബമല്ലേ, വീട്ടിൽ പറഞ്ഞ അച്ഛനും അമ്മയും അടിക്കുമെന്ന് പേടിച്ച് അവള് നോണം പറഞ്ഞു കാണും. കേസ് സോൾവ് ചെയ്തു. നമുക്ക് അരവിന്ദാക്ഷൻ സാറിനോട് എല്ലാം പറയാം. വാ. മിനിമോളെ, നിനക്ക് ക്ഷമ തീരെയില്ല. അതുകൊണ്ടാ തോക്കി കയറി വെടിവെക്കുന്നത്. ഞാൻ പറയാൻ വന്നത് മുഴുവനായിട്ട് നീ ഒന്ന് കേൾക്ക്. അവളുടെ കയ്യിൽ നിന്നും മാല കാണാതെ പോയതൊന്നുമല്ല. മാല മോഷണം പോയതിനെ കുറിച്ച് ഭാസ്കരേട്ടൻ ചോദിച്ചപ്പോ അവള് പറഞ്ഞ മൊഴിക്ക് നല്ല വ്യക്തതയുണ്ടായിരുന്നു. ഹെൽമറ്റ് ധരിച്ചതുകൊണ്ട് അവരുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല. കരി തേച്ചതുകൊണ്ട് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കണ്ടില്ല. CCTVയോ മറ്റു കടകളോ ഒന്നുമില്ലാത്ത സ്ഥലത്ത് വെച്ച് മോഷണം നടന്നതുകൊണ്ട് സാക്ഷികളും ഇല്ല. അതായത് അന്വേഷണം വഴിമുട്ടിക്കുക തന്നെയായിരുന്നു അവളുടെ ഉദ്ദേശം. ഇതെല്ലാം വെറുതെ മാല കളഞ്ഞു പോയതിന് അവൾ ഉണ്ടാക്കിയ കഥയല്ല. ഇത്രയും ഒറ്റയ്ക്ക് ചിന്തിച്ചെടുക്കാനുള്ള കഴിവ് പോലും ആ കുട്ടിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മറ്റാർക്കോ ആ മാല കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നിരിക്കും. എന്റെ തോന്നല് വീട്ടുകാരറിയാതിരിക്കാൻ വേണ്ടിയാണ് മാല മോഷണം പോയിന്ന് പറഞ്ഞ് അവള് നാടകം കളിക്കുന്നത്. അവള് പഠിച്ച കള്ളിയാണല്ലോ മഞ്ജു. അവളുടെ അച്ഛനും അമ്മയും തൊട്ടപ്പുറത്ത് വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ടും അവൾക്കൊരു അക്ഷരം പറയാൻ തോന്നിയില്ലല്ലോ. ഇപ്പൊ തന്നെ ചെന്ന് അവളുടെ നാടകം പൊളിക്കണം. നീ ധൃതി കൂട്ടണ്ട. അവളിതൊക്കെ എന്തിനാ ചെയ്തേന്ന് നമുക്കറിയണ്ടേ? അവളുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിലോ? അതൊക്കെ നമ്മൾ എന്തിനാ അന്വേഷിക്കുന്നേ? എന്താണെങ്കിലും നമ്മൾ സത്യം പറഞ്ഞ കേസ് രജിസ്റ്റർ ചെയ്യാതെ അവര് പോവത്തേ ഉള്ളൂ. എന്നാ പിന്നെ സത്യാവസ്ഥ എന്താന്നറിഞ്ഞ് ആ കുട്ടിയോട് നേരിട്ട് ചോദിച്ചറിഞ്ഞിട്ട് പോരെ അവളുടെ അച്ഛനെ അമ്മയെ അറിയിക്കുന്നത്? ആ കുട്ടിയെ കണ്ടിട്ട് ചുമ്മാ അച്ഛനെ അമ്മയും പറ്റിക്കുന്ന ആളാണെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണും. നമ്മളെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്തൂടെ? അവൾക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് അവളുടെ അച്ഛനെ അമ്മയും കാര്യങ്ങൾ അറിയിക്കണമെന്ന് തീരുമാനിക്കാം. വിഷമിക്കേണ്ട, പരിഹാരം ഉണ്ടാക്കാം. May I come in, sir? യെസ്. മോഷണം പോയ മാലയുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരണം. ശരി മാഡം. മോളൊന്ന് വരുമോ? കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട്. സർ, ഞാൻ പറയുന്ന നമ്പറിലേക്ക് അയച്ചാൽ മതി.
അനിതയുടെ സ്വർണം മോഷണം പോയിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം.